മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും മദർ ഹോം ധ്യാന കേന്ദ്രം ഒരുക്കുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ലോകത്തെല്ലായിടത്തും ഇരുന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ തീഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇന്ന് വചനം പങ്കുവയ്ക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ഈ ദിവസങ്ങളിലൊക്കെ പെയ്യുന്ന മഴയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഇത്ര യാത്ര ചെയ്തപ്പോൾ നല്ല മഴ പെയ്യുന്ന നേരമായിരുന്നു. ആ നേരത്ത് വാഹനത്തിലിരുന്ന് ഞാൻ മഴയെക്കുറിച്ച് കുറേയധികം ചിന്തകൾ മനസ്സിൽ കോർത്തു വെച്ചു. അതുപോലെ തന്നെ ഞാനെൻ്റെ മുറ്റത്തിരുന്നപ്പോൾ നന്നായി പെയ്യുന്നൊരു മഴ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അങ്ങെവിടുന്നോ മലയിൽ നിന്ന് തട്ടി വരുന്ന ചെറിയൊരു കാറ്റിനോടൊപ്പം ഒരു മഴത്തുള്ളി വന്ന്, പിന്നെ 2 മഴത്തുള്ളി വന്ന്, കുറച്ച് കൂടുതൽ മഴത്തുള്ളികൾ വന്ന് അത് വീടിൻ്റെ പെരപ്പുറത്ത് വീഴുന്ന ഒച്ച ഞാൻ കേട്ടു. ഷീറ്റിട്ട എൻ്റെ വീടിൻ്റെ മുകളിൽ വീഴുന്ന ഒച്ച ഞാൻ കേട്ടു. അത് പിന്നെ പതുക്കെ പതുക്കെ ഒരു ആരവമായി ഒരു കാറ്റായി വരുമ്പോൾ മഴക്കാലമായി. മഴ പെയ്തിറങ്ങി ഷീറ്റിൻ്റെ പാത്തിയിലൂടെ വെള്ളം താഴേക്ക് ഒഴുകുക. ഈ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ഞാൻ ഓർത്തു, ഒരു മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യമായി മഴ. ഈ വർഷത്തെ മഴയെക്കുറിച്ച് നമുക്കറിയാം, ഇത്രമാത്രം ഇഷ്ടത്തോടെ മലയാളികൾ ആഗ്രഹിച്ചൊരു മഴക്കാലം ഉണ്ടായി കാണില്ല. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു 6 മാസക്കാലമായി കാര്യമായി മഴ കിട്ടാതെ വെയിൽ കൊണ്ട് കേരളം അങ്ങ് ചുട്ടുപൊള്ളുകയാണ്. ഒരിക്കലും ഉണ്ടാകാത്ത ചൂട് വന്നപ്പോൾ മഴ പെയ്തിരുന്നുവെങ്കിൽ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. കാരണം പല സ്ഥലത്തും വേനലിൻ്റെ ആധിക്യ നിമിത്തം ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി, കുടിവെള്ളം പോലുമില്ല. വേറെ യാതൊരു മാർഗവും പ്രകൃതിയിൽ വെള്ളം ലഭിക്കാൻ ഇല്ലാതായപ്പോൾ ദൈവമേ മഴ പെയ്യണേ എന്നൊക്കെ എല്ലാവരും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്, ഇത്രമാത്രം ആഗ്രഹിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരു മഴക്കാലം വേറെ ഒരിക്കലും ഉണ്ടായി കാണില്ല. ഞാൻ പ്രസിദ്ധമായ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ പൗലോ കൊയ്ലോയുടെ വാക്കുകൾ വീണ്ടും ഓർത്തു. പൗലോ കൊയ്ലോ പറഞ്ഞു വെച്ചല്ലേ, ഒരുവൻ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി പ്രകൃതി വരെ ഒരുങ്ങി വരുമെന്ന്.
മനസ്സിൽ മഴയെക്കുറിച്ച് ഭയങ്കര ഇഷ്ടത്തോടെ പറയാൻ തുടങ്ങി, മഴയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, മഴയ്ക്ക് വേണ്ടി പാച്ചോറ് വെക്കാൻ തുടങ്ങി. ഇപ്പോഴും മഴ വന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർക്കുക, ഈ പ്രകൃതിയുടെ വലിയ വരദാനമാണ് മഴ. ഈ മഴയെ നമ്മൾ സ്നേഹിക്കണം, ഈ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കണം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മഴയില്ലാത്തൊരവസ്ഥ, മഴ പെയ്യാത്ത അവസ്ഥ ഗൗരവമായി ഓർത്തു നോക്കി അറിയാം എത്ര ഭീകരമായ അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പെല്ലാം പോയി നമ്മളൊക്കെ ഉണങ്ങി വരണ്ട് ഒരു തമിഴ്നാടിനേക്കാളും കർണാടകയേക്കാൾ അപ്പുറം കടന്ന് ഒരു രാജസ്ഥാൻ പോലെ ആകുന്നത് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മലയാളികൾക്ക് എന്താണ് അർത്ഥമുള്ളത്? അതുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ എന്നും മഴയ്ക്ക് വേണ്ടി ആഗ്രഹവും സ്നേഹവും ഉണ്ടാകണം. ഒരു പെൺഭാവമുള്ള കഥാപാത്രം മഴ. അതുകൊണ്ട് വഴക്ക് പറഞ്ഞാൽ, ബഹളം വെച്ചാൽ, നിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഒരു കാരണവശാലും മഴയെ വഴക്ക് പറയരുത് എന്നാണ് ഈ മഴക്കാലത്ത് എനിക്ക് ഞാൻ നിങ്ങളുടെ ആദ്യമേ നൽകാനുള്ള ചിന്ത. രണ്ടാമത്, ഈ മഴക്കാലത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് പങ്കുവയ്ക്കാനുള്ള മനോഹരമായ വേറെ ചിന്ത, പ്രിയപ്പെട്ടവരെ, ഈ മഴ നമുക്ക് നൽകുന്ന മഴവെള്ളം മുഴുവൻ കഴിയുന്നത് നമ്മൾ ശേഖരിക്കണം. അത് നമ്മുടെ പാത്രങ്ങളിൽ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി നമ്മുടെ കിണറുകളിലും നമ്മുടെ പുഴകളിലും തോടുകളിലുമായി ഈ മഴവെള്ളം ശേഖരിച്ച് വെക്കണം. മഴ ഒഴുകിപ്പോകരുത്. നമുക്ക് കിട്ടിയ വലിയൊരു നിധിയാണ് വെള്ളം. അത് ഇങ്ങനെ കുത്തൊഴുകി തോടുകളിലും പുഴയിലുമായി ഒഴുകി ചെന്ന് കടലിൽ ചെന്ന് ചേരേണ്ടതല്ല, നമ്മുടെ പറമ്പിൽ തന്നെ അത് താഴ്ത്തണം. ഈ വെള്ളം പറമ്പിൽ തന്നെ താഴ്ത്തണം എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് വീണ്ടും കിണറുകളിൽ വെള്ളം ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് നമുക്കറിയാം, സയൻസും പ്രകൃതിശാസ്ത്രവും ഒക്കെ ഈ വർഷത്തെ കാലാവസ്ഥക്കാരൊക്കെ പറയുന്നു കിണർ റീചാർജിങ്ങിനെ കുറിച്ചൊക്കെ. അതായത് ഈ വെള്ളം കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ വെള്ളം ഭൂമിയിലേക്ക് എത്തിക്കണമെന്നതിനെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ പ്രായോഗികമായി പറഞ്ഞു വെക്കുന്ന രണ്ടാമത്തെ ചിന്ത അതാണ്. പ്രിയപ്പെട്ടവരെ, കഴിയുന്നത് എല്ലാവരും ഒഴുകി വരുന്ന വെള്ളം നമ്മുടെ പറമ്പിൽ തന്നെ താഴ്ത്താൻ ശ്രമിക്കണം. ഏത് 2 സെൻറ്റ് സ്ഥലമുള്ളവന് പോലും, ഇനി 10 സെൻറ്റ് സ്ഥലമുള്ളവന് പോലും ഒരു കിണർ പോലെ കുഴിച്ച് കുറേയെങ്കിലും കുഴിച്ച് വെള്ളം താഴ്ത്താൻ സാധിക്കണം. വെള്ളം താഴട്ടെ ഭൂമിയിൽ. വെള്ളം ഒരു നിധിയാണ്. പണ്ടത്തെ പോലെ ഒഴുക്കി വിടരുത്. പണ്ട് ഗ്രാമങ്ങളിലൊക്കെ വെള്ളം മറ്റുള്ളവൻ്റെ പറമ്പിലേക്ക് വകഞ്ഞു വെക്കുമായിരുന്നു. അത് മാറ്റിവെച്ച് സ്വന്തം പറമ്പിൽ തന്നെ വെള്ളം താഴ്ത്തി വിടാൻ ബോധപൂർവ്വം ഒരു പരിശ്രമം ഉണ്ടാകണം എന്ന എനിക്ക് നിങ്ങൾക്ക് രണ്ടാമതായി ഓർപ്പിക്കാൻ ചിന്ത. മൂന്നാമതായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കും, പ്രിയപ്പെട്ടവരെ, മഴയ്ക്കൊരു സൗന്ദര്യമുണ്ട്. മഴ ആസ്വദിക്കണം, മഴ വല്ലപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, മഴയുടെ ആരവം കേൾക്കണം, മഴയെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. മഴയൊരു സൗന്ദര്യമാണ്. എല്ലാത്തിനും തിരക്കുള്ള നമ്മൾ ഓടിപ്പാഞ്ഞ് നടന്നിട്ട് ഈ മഴയെ കാണാതെ പോവാം. മഴയെക്കുറിച്ച് മനോഹരമായി കുറേ ചിന്തകൾ മനസ്സിൽ കൊണ്ടുനടക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇത്തിരി കവിത്വമുള്ളവരും ഇത്തിരി ഭാവനയുള്ളവരൊക്കെ എന്ന് സൂക്ഷിക്കുന്ന ഒരുപാട് കവിതകളുണ്ട് മഴയെക്കുറിച്ചൊക്കെ. മഴയെക്കുറിച്ച് എന്തെല്ലാം വിശുദ്ധീകരണങ്ങളാണ് കൊടുക്കുക. മഴ മനോഹരമായ ഒരു അമ്മത്താരാട്ട് പോലെയാണെന്നും, മഴ മനോഹരമായ ഒരു പ്രണയമാണെന്നും, മഴ മനോഹരമായ ഒരു സ്നേഹ കാവ്യമാണെന്നൊക്കെ എത്രയോ കവിതകളെ പാടി വച്ചേക്കുന്നതും. അതുകൊണ്ട് അതൊരു വലിയ പ്രണയാർദ്രതയോടെ സ്നേഹിക്കേണ്ട വികാരമാണ് മഴ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കും, മഴയെ ഇഷ്ടപ്പെടാൻ തുടങ്ങണം. മഴയെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ മഴയൊന്ന് തൊടണം. മഴയെ ഒരു തുള്ളി വെള്ളം കൈക്കുടന്നിലെടുക്കണം. മഴ നനയണം, മഴയത്ത് നടക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചപ്പോൾ മനോഹരമായി കിട്ടിയ ചിന്ത, ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് രോഗങ്ങൾക്ക് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്ന, ഇമ്മ്യൂണിറ്റി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രകൃതിയുമായി നമ്മൾ തുറന്നല്ല ജീവിക്കുന്നത്. നമ്മുടെ വീടുകളിലെ കൊച്ചു മുറിയിൽ അല്ലെ നമ്മുടെ വാഹനത്തിലത്തെ കുടിസുകളിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നേ ഓഫീസ്, വാഹനം, വീട്, ഇതിനിടയ്ക്കുള്ള സ്ഥലമില്ല. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിലോ മാളുകളിലോ പോയാൽ അവിടെയും AC ഉള്ള അന്തരീക്ഷം. പ്രകൃതിയുമായി പൊരുത്തപ്പെടാൻ കിട്ടുന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ, ത്വക്ക്, ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റങ്ങളും പ്രകൃതിയുമായി സംവേദിക്കുമ്പോഴാണ് ശക്തി ആർജിക്കുന്നത്. ഈ പ്രകൃതിയുമായി സംവേദിക്കാത്തതുകൊണ്ടാണ് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയോ പെട്ടെന്ന് വഴി വരുന്ന അസുഖങ്ങളെല്ലാം നമ്മളെ പിടിക്കും. ഞാൻ ഓർക്കും, വയനാട്ടിലെ ആദിവാസിക്കോ ഗ്രാമത്തിലെ മനുഷ്യർക്കോ ആർക്കോ ഈ അസുഖങ്ങളൊന്നുമില്ല. കാരണം അവൻ പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുറേയും കൂടെയൊക്കെ മഴ നനയാനും, കുറേയും കൂടെയൊക്കെ വെയിൽ കൊള്ളാനും,
കുറേയും കൂടെയൊക്കെ മഴയത്ത് നടക്കാനുമൊക്കെ നമ്മൾ തയ്യാറാണ്. അത് നമുക്ക് പ്രകൃതി നൽകുന്ന ഒരു ഊർജവും ശക്തിയും കൂടെയാണ്. പ്രകൃതിയിലെ മനോഹരമായ ഈ അഭിഷേകം, പ്രകൃതിയിലെ മനോഹരമായ ഈ സമൃദ്ധി നമ്മളത് ഏറ്റുവാങ്ങണം. അതുകൊണ്ട് ഒരു തുള്ളി മഴ നനയുന്നതോ ഇത്രയും മഴയത്ത് നടക്കുന്നതോ വലിയ ഗൗരവമായ അപകടമാണെന്ന് ചിന്തിച്ചേക്കരുത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇത്തിരി മഴയൊക്കെ നനയട്ടെ, അവരിത്തിരി മഴയത്തൊക്കെ കളിക്കട്ടെ, അവരിത്തിരി കൂടി മഴയത്തൊക്കെ നടക്കുകയും ചെയ്തോട്ടെ. അതൊന്നും വലിയൊരു രോഗത്തിനുള്ള വാതിലാണെന്ന് ചിന്തിച്ചേക്കരുത്. അത് നമുക്ക് ശരീരത്തിൽ നൽകുന്ന സമൃദ്ധിയാണത്, ആരോഗ്യ സമൃദ്ധിയും. പ്രകൃതി ചികിത്സയിലൊക്കെ അവർ ഏറ്റവും സമൃദ്ധമായ ചികിത്സാ മന്ത്രമായി കൊണ്ടുനടക്കുന്നത് നമുക്കറിയാം, വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ ധാരാളിത്തമാണ് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വളർത്തുന്നത്. പ്രകൃതി ചികിത്സയിൽ ഏറ്റവും ശുദ്ധ ബ്രാഹ്മണ മുഹൂർത്തത്തിൽ തലയിൽ വെള്ളം ധാര കോരാനാണ് അവർ പറയുന്നത്. 10-20 കപ്പ് വെള്ളം തലയിൽ, നെറുകം തലയിൽ വെള്ളം കോരി ഒഴിക്കാനാണ് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം ധാര കോരാനും വെള്ളത്തിൽ ഇരിക്കുന്ന ഹിപ്പാത്തൊക്കെയാണ് പ്രകൃതി ചികിത്സ പറഞ്ഞു വെക്കുന്നത്. അത് വെള്ളമാണ് ഏറ്റവും ആരോഗ്യദായകമായ മരുന്ന്. അതുകൊണ്ട് വെള്ളം കുടിക്കണം, വെള്ളത്തിൽ ഇരിക്കണം, വെള്ളത്തിൽ കുളിക്കണം, വെള്ളത്തിൽ കളിക്കണം. കൊച്ചുകുട്ടികൾ പോലെയും വെള്ളത്തിലാകുമ്പോഴാണ് അവരുടെ ധാരാളിത്തവും ചടുലതയൊക്കെ പുറത്തു വരിക. അതുകൊണ്ട് ഈ മഴ നനയാൻ കിട്ടുന്ന ഒരവസരവും കളയരുത്. വലിയ പെരുമഴയത്ത് ഇറങ്ങി നടന്ന് പനി പിടിക്കണമെന്നല്ല അർത്ഥം. മറിച്ച് ഈ മഴയുടെ ഒരു സൗഖ്യദായകമായ സ്പർശം നമ്മൾ ഏറ്റുവാങ്ങണം. മഴയെ നോക്കിയിരുന്ന്, മഴയെ സ്നേഹിച്ച്, മഴയെ ഇഷ്ടപ്പെട്ട്, മഴയെ സൗഖ്യദായകമായി സ്വീകരിക്കണം. അത് സ്വീകരിച്ചു കഴിയുമ്പോൾ ശരീരത്തിനൊരു ബലമാണ്, ശരീരത്തിനൊരു ഉണർവാണ്, ശരീരത്തിനൊരു ശക്തിയാണ്. അതുകൊണ്ട് മഴയെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കാം. പ്രിയപ്പെട്ട, ഇതോടൊപ്പം ഞാൻ പ്രധാനമായി ചിന്തയായി പറഞ്ഞു വെക്കും, മഴക്കാലം നമുക്ക് നൽകുന്ന ഏറ്റവും വിശുദ്ധമായ ചിന്ത മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റിയ കാലമാണ് ഈ മഴക്കാലം. ഞാൻ ചിന്തിക്കും, ഇന്ന് പ്രകൃതിയിലെ മഴ പെയ്യുന്നത് പോലെ എന്തോരം പേരുടെ ജീവിതങ്ങളാണ് ദുഃഖത്തിൻ്റെ മഴ പെയ്യുന്നത്, കഷ്ടതയുടെ മഴ പെയ്യുന്നത്, കഷ്ടപ്പാടിൻ്റെ മഴ പെയ്യുന്നത്. ഈ കഷ്ടപ്പാടിൻ്റെയും കഷ്ടതയുടെയും ഒരു മഴക്കാലമാണ്. പണ്ട് കാലത്തൊക്കെ പറഞ്ഞിരുന്നത് വറുതിക്കാലമെന്നാണ്. അതായത് ഒരു കാർഷിക സംസ്കാരത്തിൽ കൃഷി വിഭവങ്ങൾ ധാരാളമായി കിട്ടാത്തൊരു കാലഘട്ടമായി മഴക്കാലം. വേനലിലാണ് എല്ലാ സമൃദ്ധി ഉണ്ടാകുന്നത്. ഇപ്പോൾ മാങ്ങ പോലും കുറയും, ചക്ക പോലും കുറയും, നെല്ലുകളൊന്നും വിളഞ്ഞു വന്നിട്ടില്ല, അല്ലെങ്കിൽ ഫലമൂലാദികളൊന്നുമില്ല, കാര്യമായില്ലാത്ത കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളിൽ മഴക്കാലത്തിൻ്റെ വറുതിക്ക് ശേഷമാണ് ചിങ്ങമാസം കടന്നു വരുന്നത്. അതായത് കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഒരു പ്രതീകമായിട്ട് പോലും മഴക്കാലത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഴക്കാലം എന്ന് പറഞ്ഞു വെക്കുന്നത് ബോധപൂർവം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കാലമാണെന്നൊക്കെ ചിന്തിച്ചു വന്നത്. മഴക്കാലത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ആഹാര സാധനമില്ലെങ്കിൽ ആഹാരം കൊണ്ടുപോയി കൊടുക്കാനുമൊക്കെ മനസ്സ് വരുന്നൊരു മലയാളി ഉണ്ടായിരുന്നു കേരളത്തിൽ. മഴക്കാലത്ത് അപ്പുറത്തെ വീട്ടിൽ പുക ഉയരുന്നില്ല, അടുപ്പിൽ നിന്ന് പുക ഉയരുന്നില്ല എന്ന് കണ്ടാൽ അവിടെ ആഹാരമുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം നാവും കരുത്തും കാലും ഒക്കെ ത്രസിച്ചിരുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ആ നന്മയുടെ മഴക്കാലമാണ്. നന്മയുടെ മഴക്കാലം. സ്കൂളിൽ പോകുമ്പോൾ ഞാനോർക്കും ഒരു കുടയും കൊണ്ട് പോകാം. ഈ കുടയും കൊണ്ട് പോകുമ്പം കുടയില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരെയും കൂടെ കുടയിൽ കയറ്റാൻ എൻ്റെ മനസ്സിൽ നന്മയുടെ മഴക്കാലം ഉണ്ടാകണം. എൻ്റെ കുടയും പിടിച്ച് ഞാനിങ്ങനെ പോകുമ്പോൾ അപ്പുറത്ത് വളരെ മഴ പെയ്യുമ്പോൾ നനഞ്ഞ് ഓടുന്നുണ്ടോ, അവൻ വല്ലതും തലയിൽ കൈ വെച്ചാണ് ഓടിപ്പോകുന്നത്, സ്ട്രേറ്റ് തലയിൽ വെച്ചാണ് ഓടിപ്പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നണം, ഇതാ എൻ്റെ കുടയിൽ ഒരാളെ കൂടെ കയറ്റാമല്ലോ എന്നും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം മനോഹരമായ ആ ഗാനം, മഴയത്തും നേരമായും മനസ്സിൽ കുട നിവർക്കാം, നനയാതെ കൂടെ വരൂ, ഞാൻ നിന്നെ കൊണ്ടുനടക്കാമെന്ന്.
മഴയെത്തും നേരമായി മകനെ നീ കൂടെ വാ, മനസ്സിൽ കുട നിവർക്കാം, നനയാതെ ചേർന്നു നിൽക്കാം. രാവിൻ്റെ നിഴലായി വഴിയേറെ നടക്കേണം, മകനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. മഴയെത്തും നേരമായി മകനെ നീ കൂടെ വാ, മനസ്സിൽ കുട നിവർക്കാം, നനയാതെ ചേർന്നു നിൽക്കാം. നാളത്തെ പുലരിയോളം തളരാതെ നീങ്ങണം, പാദങ്ങൾ പതറല്ലേ, മനസ്സു നീ ഉയർത്തേണം. വഴിവിളക്കാകാം ഞാൻ ഇരുളേറും വഴികളിൽ, വഴിവിളക്കാകാം ഞാൻ ഇരുളേറും വഴികളിൽ. മകനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. മഴയെത്തും നേരമായി മകനെ നീ കൂടെ വാ, മനസ്സിൽ കുട നിവർക്കാം, നനയാതെ ചേർന്നു നിൽക്കാം. മഴയത്തും നേരമായി മനസ്സിൽ കുട നിവർക്കാം, നനയാതെ കൂടെ വരൂ, ഞാൻ നിന്നെ കൊണ്ടടക്കാമെന്ന്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറമേ കുട നിവർക്കുന്നത് പോലെ തന്നെ മനസ്സിൽ കുട നിവർക്കേണ്ട കാലമാണ് ഈ മഴക്കാലം. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ അത്ര ദാരിദ്ര്യമൊന്നുമില്ല. സ്കൂളിൽ പോകാൻ വളരെ ദാരിദ്ര്യമായ അന്തരീക്ഷത്തിൽ കുടയൊക്കെ മേടിക്കാനില്ലാത്ത കുട്ടികളൊക്കെ കുറവായിരിക്കാം. വളരെ വളരെ അപൂർവമായി 1, 2, 3% ആളുകൾ കാണും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചിന്തിക്കണം, അങ്ങനെയുള്ളവരുണ്ട്. അവരെ സഹായിക്കാനുള്ള കാലഘട്ടവും കൂടിയാണ് ഈ മഴക്കാലം എന്ന് ഞാൻ ഓർപ്പിക്കുക. അതായത് ഞാൻ കുട നിവർക്കുന്നത് ഞാൻ നനയാതിരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ നനഞ്ഞു പോകുന്ന ഒത്തിരി പേരുണ്ട്. അവരും നനയാതിരിക്കാൻ വേണ്ടി എൻ്റെ കുടയ്ക്ക് കീഴെ കയറ്റാൻ. കുടയുടെ വലിപ്പമല്ല പ്രശ്നം, മനസ്സിൻ്റെ വലിപ്പമാണ്. മനസ്സൊരു കുട പോലെ വിരിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ സംഭവം എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കുകയും ചെയ്തു. ഗൾഫിൽ ജോലി ചെയ്തിരുന്നവൻ ഇത്തിരി പൈസയൊക്കെ സമ്പാദിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ മോളുടെ കല്യാണം ഉറപ്പിക്കുന്നു. മോളുടെ കല്യാണത്തിന് സമീപത്തുള്ള എല്ലാവരുടെയും ഒക്കെ വിളിച്ച് ചെല്ലുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത്, തൻ്റെ ഗ്രാമത്തിൻ്റെ ഏതോ ഒരു കോണിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണം നടത്താൻ പറ്റുന്നില്ല. പല ആലോചനകൾ വന്നിട്ട് മുടങ്ങിപ്പോയി. മിക്കവാറൊക്കെ തട്ടിപ്പോയത് സമ്പത്തിൻ്റെ മേഖല കൊണ്ടാണ്. സ്ത്രീധനമായി കൊടുക്കാനില്ലാത്ത പൈസയെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചും വ്യഗ്രതപ്പെട്ട് കല്യാണം വിളിക്കാൻ പോയി അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ മോളുടെ കല്യാണം നടക്കുമ്പോൾ തന്നെ ആ കുട്ടിയുടെ കല്യാണം കൂടെ നടത്തി കൊടുത്താലോ, പൈസ ഇല്ല എന്ന വിഷമം വേണ്ട, ഞാൻ സഹായിക്കാം. അദ്ദേഹം ചെന്ന് പറയുന്നു, നിങ്ങൾ ആലോചിച്ചോ. അങ്ങനെ ആ വീട്ടുകാരും കൂടെ ആലോചിക്കുന്നു, ഒരു കല്യാണം ഉറപ്പിക്കുന്നു. എന്നിട്ട് തൻ്റെ മകളുടെ കല്യാണത്തിനൊപ്പം ആ മകളുടെ കല്യാണം കൊണ്ട് നടത്തി കൊടുക്കുക. അതായത് എൻ്റെ മോൾക്കൊരു 50 പൗണ്ട് സ്വർണ്ണമൊക്കെ എടുത്ത് ആർഭാടമായി 500 പേരെ 1000 പേരെ വിളിച്ച് ബിരിയാണിയും കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വിടുമ്പോൾ തന്നെ അതേ പന്തലിൽ തൻ്റെ സമീപത്തുള്ള മോൾക്ക് കല്യാണം ഒരുക്കി കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഴക്കാലത്ത് വിരിഞ്ഞത് വലിയൊരു കുടയാണ്. മനസ്സിലൊരു കുട വിരിയ. അതായത് ഒരാളും കൂടെ നനയാതെ എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഉള്ളിൽ കയറി നിൽക്കട്ടെ എന്ന് ചിന്തിച്ച അദ്ദേഹം ഈ ലോകത്ത് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക, പ്രിയപ്പെട്ടവരെ, ഈ മഴക്കാലത്തിൽ കുടയാകാൻ ഞാൻ നിങ്ങളെ വിളിക്കുക. കുടയെന്ന് പറയുന്നൊരു പ്രതീകം മാത്രമല്ല, മറ്റുള്ളവരെ ചേർക്കാനുള്ളൊരു മനസ്സാണത്. കുടയുടെ വലിപ്പമല്ല പ്രധാനപ്പെട്ടത്, മഴയുടെ കാലത്ത് മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സിൻ്റെ വലിപ്പമാണ് ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കേണ്ടത്. ഞാനൊക്കെ അവർക്ക് കുഞ്ഞുനാളിൽ സ്കൂളിൽ പോകുമ്പോൾ
ഒരു സാധാരണ കുടയുടെ കീഴിൽ ഞങ്ങൾ 3 പിള്ളേർ ഒന്നിച്ചു പോയിട്ടുണ്ട്. നടുക്ക് നിൽക്കുന്നു, അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നു. ഒരുത്തൻ അങ്ങോട്ട് പിടിച്ച് കുട വലിക്കും, അച്ഛൻ ഇങ്ങോട്ട് പിടിച്ച് കുട വലിക്കും. എല്ലാവരും നനയും. എങ്കിലും ആ പോകുന്നതിൻ്റെ ഒരു രസം ഇന്നും 10-40 വർഷം കഴിഞ്ഞ് എൻ്റെ മനസ്സ് സൂക്ഷിക്കുന്നു. ശരീരം നനഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തൊരു കൂട്ടായിരുന്നു അത്, എന്തൊരു ബന്ധമായിരുന്നു അത്. ഇന്നെല്ലാവരും ഒറ്റയ്ക്ക് കുട കൂടി നടക്കുന്ന പോലെ എനിക്ക് തോന്നുക. നമ്മുടെ നാട് മുഴുവൻ ഒറ്റയ്ക്ക് നടക്കുക. എല്ലാവരും ഒറ്റ കുടക്കീഴിലാണ് നടക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഒരാളെയും കൂടെ ഉൾക്കൊണ്ടുകൂടാം? നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെയും കൂടെ ഉൾക്കൊള്ളാനും അവരെയും കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കാനും. പ്രിയപ്പെട്ടവർ, അതിന് പണമൊന്നും ആവശ്യമില്ല. മനസ്സിലൊരു ചിന്ത മതി. ഞാൻ അവരെ കൂടെ എൻ്റെ ഉള്ളിൽ കയറ്റേണ്ടതാണെന്ന് ചിന്ത മതി. ഞാൻ തിരിച്ചറിയുന്നു ഈ കാലഘട്ടത്തിൽ കുടയുടെ വലിപ്പത്തെക്കുറിച്ചല്ല, മനസ്സിൻ്റെ വലിപ്പങ്ങൾ കുറഞ്ഞു പോകുന്നതിനെക്കുറിച്ചും. മനസ്സിൽ നമുക്ക് വിരിഞ്ഞ് നിൽക്കേണ്ട കുടയില്ലേ? അതായത് ഇതാ ദൂരെ രാവെത്താറായി, ദൂരെ വരെ നമ്മൾ നടക്കണം. നടക്കുമ്പോൾ നീ നനയരുത്, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ചേർത്ത് നിർത്താം. എനിക്ക് ഇത്തിരി നനഞ്ഞേക്കാം, പക്ഷെ നീയും ഞാനും കൊണ്ട് നടക്കുമ്പോൾ നമ്മളങ്ങ് ദൂരെ എത്തുമല്ലോ. അതെ പ്രിയപ്പെട്ടവരെ, മഴയെത്തും നേരമായി. മകനെ നീ കൂടെ വാ, മനസ്സിൽ കൂട നിവർക്കാം, നനയാതെ ചേർന്നു നിൽക്കാം. രാവിൻ്റെ നിഴലായി വഴിയേറെ നടക്കേണം. മകനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. മനസ്സിൽ ഞാൻ കൂടെ നിവർക്കാം, നനയാതെ കൂടെ നിൽക്ക്. നീ എൻ്റെ കൂടെ നനയാതെ കൂടെ നിൽക്ക്, ഞാൻ നിന്നെയും കൊണ്ട് നടക്കാം. നിന്നെയും കൊണ്ട് നടക്കുമ്പോഴാണ് ആ ജന്മ സാഫല്യമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ മഴക്കാലം നിങ്ങളുടെ മനസ്സുകളിൽ വിശുദ്ധമായ ചിന്തകൾ കൊണ്ടുപോയിട്ടെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ ചിന്തിക്കണം. ഈ മഴക്കാലത്ത് എനിക്ക് എത്രയൊക്കെ ആളുകളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും. അതായത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കാം, ഓരോരുത്തരുടെ ജീവിത ചുറ്റുവട്ടങ്ങൾ അനുസരിച്ചായിരിക്കാം. എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഈ ഭൂമി കുറേ കൊണ്ടൊക്കെ സുന്ദരമാക്കാൻ സാധിക്കില്ലേ? പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെ ജീവിത മേഖലകളെ നിങ്ങൾ മനസ്സൊന്ന് കൊണ്ടുനടക്കണം. നമ്മളൊക്കെ എത്രയോ പേരുടെ കാര്യങ്ങൾ കേൾക്കുന്നു. ഒരു പൊതിച്ചോറിൻ്റെ കൂടെ കൊണ്ടുപോയാൽ നമ്മുടെ ക്ലാസ്സിൽ ഭക്ഷണമില്ലാതിരിക്കുന്ന ഒരാൾക്ക് കൂടെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ആരെങ്കിലും കാണുമായിരിക്കും. അതായത് എൻ്റെ പൊതിച്ചോറ് പകത്ത് കൊടുക്കാനാവുമെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു പൊതിച്ചോറും കൂടെ കൊണ്ടുപോയി കൊടുക്കാനാവില്ലേ നമുക്ക്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പുസ്തകവും കുടയും ഒക്കെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സൊന്ന് ചിന്തിച്ചുകൂടെ, ഒരു വീട്ടിലെ കുട്ടിയും കൊണ്ട് ഇതെല്ലാം മേടിച്ചു കൊടുത്തേക്കാവുന്നു? ഈ മഴക്കാലത്ത് നിങ്ങളുടെ വലിയ വീടിൽ നനയാതെ നിൽക്കുന്ന 2 നില വീടിൽ, വലിയ വിസ്താരമുള്ള വീട് നിൽക്കുമ്പോൾ നിങ്ങളങ്ങ് ദൂരേക്ക് നോക്കണം. എവിടെയെങ്കിലും ഒരു വീട് മഴയത്ത് നനയുന്നുണ്ടാകാം. ആ വീട് നനഞ്ഞൊളിച്ചിട്ട് വിഷമിക്കുന്നുണ്ടാകാം. ബക്കറ്റ് വെച്ച് വെള്ളം പിടിച്ചായിരിക്കും മുറി കിടക്കുന്നത്. ആ വീട് മേയാനുള്ള ഷീറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ, നിൻ്റെ മനസ്സിലെ കുട വിരിയണം. നിൻ്റെ ഗ്രാമത്തിൽ, നിൻ്റെ ചുറ്റുവട്ടത്ത് ഒരാൾ നനഞ്ഞാണ് കിടക്കുന്നത്, അവർ വെറും ടാർപ്പ വിരിച്ചു കെട്ടിയാൽ കിടക്കുന്നെങ്കിൽ നീ ഓർക്കണം, ഞാൻ ഈ മഴക്കാലത്തിൻ്റെ നന്മയുടെ അവതാരമായി മാറണ്ടേ? എനിക്ക് അവരെ സഹായിക്കാൻ പറ്റുകയില്ലേ? തീർച്ചയായും പറ്റും. ഇതാ പനിക്കാലം പോലെ രോഗങ്ങൾ വരുന്ന കാലഘട്ടങ്ങളിൽ ആശുപത്രി ബില്ലൊക്കെ തീർക്കാൻ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മുടെയൊക്കെ ഒരു പോക്കറ്റ് മണിയിൽ നിന്നൊക്കെ മിച്ചം വെച്ചാലും കുറച്ച് പേർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ നമുക്ക് പറ്റുകയില്ലേ? നമ്മുടെ വാഹനവുമായി പോകുമ്പോൾ, നമ്മൾ ആഘോഷമായി പോകുമ്പോൾ, നടന്നു പോകുന്ന ഈ മഴക്കാലത്ത് നടന്നു പോകുന്ന ഒരു വ്യക്തിയും കൂടെ എൻ്റെ വാഹനത്തിൽ കയറ്റത്തില്ല എനിക്ക്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കും, ഈ മഴക്കാലം നിങ്ങളുടെ മനസ്സിലും നന്മയുടെ മഴക്കാലമാകട്ടെ. പ്രകൃതിയുടെ വലിയ കാരുണ്യമായി മഴ പെയ്തിറങ്ങുക. ഞാനിങ്ങനെ ഓർത്ത് ബൈബിളിൽ പറഞ്ഞു വച്ചേക്കുന്ന വചനം, എല്ലാവരുടെ മേലും നന്മയുടെ മഴ പെയ്ക്കുന്ന കർത്താവ്. എങ്കിലും നമ്മുടെ മനസ്സിലും നന്മയുടെ മഴ പെയ്തിറങ്ങട്ടെ. പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടത്തിൽ, ഈ മഴത്തുള്ളി പെയ്തിറങ്ങുന്ന മനോഹരമായ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലും ഈ നന്മയുടെ മഴത്തുള്ളികൾ പെയ്തിറങ്ങട്ടെ. അതിൽ കുളിരണിയട്ടെ. ഞാൻ കണ്ടു, മഴ വന്ന് വീണപ്പോഴേ പുല്ലൊക്കെ മുളച്ചു പൊന്തുക. ഈ പ്രകൃതി അങ്ങ് ഉണരുകയല്ലേ. വാടിയിരുന്ന മാവും തെങ്ങും കവുങ്ങൊക്കെ എന്തോ ഒരു ഊർജ്ജസ്വലതയോടെ തലപൊക്കി നിൽക്കുന്നത് ഉണരുന്ന കണ്ടോ?
നിൻ്റെ മനസ്സിൽ മഴക്കാലം വന്നാൽ ഈ ഭൂമി മുഴുവൻ ഉണരും, ഈ ലോകം മുഴുവൻ ഉണരും, എല്ലാവരും ഉണരും. ഉണരാൻ ഈ മഴക്കാലത്ത് നിനക്ക് സാധിക്കട്ടെ. മനസ്സിൽ കുട നിവർക്കാം. ജീവിതത്തിലല്ല കുട നിവർക്കേണ്ടത്, ജീവിതത്തിൽ നിവർക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിൽ കുട നിവർക്കാൻ തമ്പുരാൻ്റെ വലിയ സ്പർശനം നിനക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവായ ദൈവമേ, നിൻ്റെ വലിയ കാരുണ്യമാണ് ഞങ്ങളെല്ലാ ദിവസവും അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം നിൻ്റെ കാരുണ്യമാണ്. കർത്താവായ ദൈവമേ, ഇപ്പോഴീ നിമിഷം ആ കാരുണ്യം ഞങ്ങളിലൂടെയും പെയ്തിറങ്ങട്ടെ. അനേക ആളുകളുടെ മേൽ നന്മയുടെ മഴത്തുള്ളികൾ വർഷിക്കാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ആത്മാവിൻ്റെ സ്പർശനം ജീവിതത്തിലേക്ക് എന്നും വർഷിക്കണമേ. യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല പിതാവേ, ഞങ്ങളെ നീ സ്പർശിച്ച് ആസ്വദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.